കലുഷിതമായ ഈ ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കാത്തവർ ചുരുക്കമാണ്. ജീവിതത്തിൽ സന്തോഷം നിലനിർത്താനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് മനസ്സ് വച്ചാൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ് സന്തോഷം എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളെ നിങ്ങളായി തന്നെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണോ ഉള്ളത് അതിനെ നിങ്ങൾ അങ്ങനെ തന്നെ സ്വീകരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുത്താൻ ശ്രമിക്കുന്നുണ്ടാകും. പക്ഷേ പലതും പരാജയപ്പെട്ടിട്ടുണ്ടാകാം. അതിൻ്റേതായ പോരായ്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷേ എന്തും ആയിക്കോട്ടെ, നിങ്ങൾ സ്വയം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക. രണ്ടാമതായി പറയുകയാണെങ്കിൽ നമ്മുടെ നല്ല ഗുണങ്ങൾ കണ്ടെത്തുക, അത് എഴുതി വയ്ക്കുക. നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ഒന്നും വായിക്കാനും എഴുതാനും ജോലികൾ ചെയ്യാനും ഒന്നിലും ശ്രദ്ധിക്കാൻ പോലും പറ്റാത്ത ആ അവസ്ഥയിൽ നമ്മൾ നമ്മുടെ തന്നെ ഗുണങ്ങൾ എഴുതി വച്ച് വായിക്കുമ്പോൾ ഒരു ഉന്മേഷം കിട്ടും. സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ, ഞാൻ എന്താ ഇങ്ങനെ എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ നമ്മളിലേക്ക് നെഗറ്റീവ് എനർജിയാണ് കയറി വരുന്നത്. ആ അവസ്ഥയിൽ നല്ല കാര്യങ്ങൾ ചിന്തിച്ച് ഒരു പോസിറ്റീവ് എനർജി കൊടുത്താൽ വിഷമാവസ്ഥയിൽ നിന്നും പെട്ടെന്ന് തന്നെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ കിട്ടിയ ഈ നല്ല നിമിഷത്തെ സ്മരിക്കുക. കേൾവി ഉള്ളതുകൊണ്ടല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതൊക്കെ കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയെ നമ്മൾ നന്ദിപൂർവ്വം സ്മരിക്കുകയല്ലേ വേണ്ടുന്നത്. ഇത്ര പോലും കഴിവില്ലാത്ത കുറേ ആൾക്കാരില്ലേ, നമ്മുടെ അവസ്ഥ പോലെ നല്ല ഒരു അന്തരീക്ഷമില്ലാത്ത ഒരുപാട് ആൾക്കാർ ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ അവർക്കിടയിൽ നമ്മൾക്ക് കുറേയേറെ സൗഭാഗ്യങ്ങൾ കിട്ടിയല്ലോ എന്നോർത്ത് നമ്മൾ ഓരോ നിമിഷത്തിലും സന്തോഷിക്കുക. നന്ദിപൂർവ്വം ഈശ്വരനോട് ആ ഒരു സ്മരണ അറിയിക്കുക. അതാണ് വേണ്ടത്. അതാണ് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കുറേ കൂടി സന്തോഷം നൽകുന്ന ആ ഒരു സ്മരണ ഉണ്ടാകുക. നല്ല കൂട്ടുകാരെ കിട്ടിയതും നല്ല ഭക്ഷണം ലഭിച്ചത്, പാട്ട് കേൾക്കാൻ സാധിച്ചത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദിനം പ്രതി നടക്കുന്നുണ്ട്. അതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും ആ ഒരു നമുക്ക് കിട്ടിയ ആ അനുഗ്രഹം അത് വലിയതാണ്. അതിനെ നമ്മൾ നന്ദിയോടുകൂടി സ്മരിക്കുക. നമ്മുടെ ചുറ്റിലുമുള്ള എല്ലാവരും തന്നെ ഓരോ സിറ്റുവേഷനിൽ കൂടി നമ്മളിൽ കൂടി കടന്നു പോകുന്നവരാണ്. അവരെല്ലാം നമുക്ക് അനുഗ്രഹങ്ങളാണെന്ന് ഓർക്കുക, അത് മനസ്സിലാക്കുക, ആ രീതിയിൽ അവരോട് പെരുമാറുക. നാലാമതായിട്ട് പറയുകയാണെങ്കിൽ ഇഷ്ടമല്ലാഞ്ഞിട്ടും നമ്മുടെ ജീവിതത്തിൽ കൂടെ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളെ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു മരുന്നാക്കി മാറ്റുക. നമുക്കിഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. നമ്മൾ എന്നിട്ട് കൂടി അതിനെ ആ ഒരു ഇതായിട്ട് നമ്മുടെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ ഒരു സന്തോഷമായിട്ട് മാറ്റിയെടുക്കണം, നമ്മുടെ ഒരു ശക്തിയായിട്ട് മാറ്റിയെടുക്കണം. അതിനെ സ്നേഹിക്കണം. ആ രീതിയിൽ പോയാൽ അതിനെ ഒരു മരുന്നാക്കി മാറ്റാൻ നമുക്ക് കഴിയും. ഉദാഹരണത്തിന്, നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്തതാണ്. പക്ഷേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ ജോലിയിൽ നിന്നും മാറിയാൽ മറ്റ് സാഹചര്യം ഒന്നുമില്ല ജീവിക്കാൻ. അതുപോലെ നെഗറ്റീവ് എനർജി തരുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് എപ്പോഴും വിഷമം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഉണ്ടാകുന്ന നെഗറ്റീവ് ഫീലിംഗ് ഇതൊക്കെ നമുക്ക് വളരാനുള്ള ചവിട്ടുപടികളാണ്. അതങ്ങനെ ചവിട്ടുപടികളാക്കി മാറ്റിയെടുക്കുക.
ഇതിൽ നിന്നൊക്കെ നമ്മൾ കൂടുതൽ സ്ട്രോങ് ആകാൻ ശ്രമിക്കുക, ഒരുപാട് ശക്തി പ്രാപിക്കുക, അതിനെ തരണം ചെയ്യാൻ പഠിക്കുക, അല്ലെങ്കിൽ ശ്രമിക്കുക. അടുത്തതായിട്ട് പറയുമ്പോൾ, നമ്മൾ ഇത്രനാൾ നേടിയെടുത്ത നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. പിറകോട്ടൊന്ന് സഞ്ചരിച്ച് നോക്കുക. നമ്മൾ കടന്നു വന്ന ആ ഒരു വഴികൾ, അതിനകത്ത് ഒരുപാട് സങ്കടങ്ങളുണ്ടാകാം, നേട്ടങ്ങളുണ്ടാകാം. അതെല്ലാം നമ്മൾ ഓർക്കണം. അപ്പോൾ നമ്മൾ നേടിയെടുത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തെങ്കിലും വിഷമം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നേടിയെടുത്ത നേട്ടങ്ങളെപ്പറ്റി ചിന്തിച്ചാൽ ഒരുപാട് പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. ഇനി ജീവിതത്തിൽ ഒന്നും തന്നെ നേടിയിട്ടില്ല എന്നാണെങ്കിൽ ഇനിയൊരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കുക. എന്തെങ്കിലുമൊക്കെ നേടണം, നമുക്ക് വിജയിക്കണം എന്ന തീരുമാനം എടുക്കുക. അതിനുവേണ്ടി അതികഠിനമായിട്ട് പ്രയത്നിക്കുക. നിങ്ങളുടെ ചിന്തകൾ എന്താണെന്ന് നിരീക്ഷിക്കുക. നിങ്ങൾ കൂടുതലായി ചിന്തിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ എന്ന് സ്വയം നിരീക്ഷിക്കുക. നെഗറ്റീവ് ചിന്തിച്ചിരിക്കുമ്പോഴാണ് എപ്പോഴും നമ്മൾക്ക് വിഷമാവസ്ഥ ഫീൽ ചെയ്യുന്നത്. സന്തോഷമുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ നമ്മൾ ഒരുപാട് സന്തോഷിക്കും, റിലാക്സ് ആവും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നൊന്ന് പറയുമ്പോൾ, നിങ്ങളെ തന്നെ വിശ്വസിക്കുക. നിങ്ങൾ കുറേ കാലമായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ട് അത് നടക്കുന്നില്ല, എല്ലാം പരാജയപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഒരു വിഷമം തോന്നും, എനിക്കതിന് സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത്. പക്ഷേ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് ദുഃഖിച്ചിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ആയിപ്പോകും. പകരം സാരമില്ല, എനിക്കിത് പറ്റും, ഞാനിത് നിറവേറ്റും, വിജയിക്കുമെന്ന് നിങ്ങൾ മനസ്സിന് പറഞ്ഞു കൊടുക്കുക. പറഞ്ഞ് മനസ്സിനെ ആ വഴിക്ക് കൊണ്ടുപോകുക. കഠിനമായിട്ട് പ്രയത്നിക്കുക, എന്നാലേ നടക്കത്തുള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ, നമ്മുടെ മനസ്സിനെ നമ്മൾ പിടിച്ചു കെട്ടാതിരിക്കുക. നിയന്ത്രണം ഒഴിവാക്കുക. സന്തോഷം വന്നാൽ സന്തോഷിക്കണം, ചിരി വന്നാൽ ചിരിക്കണം, കരച്ചിൽ വന്നാൽ കരയുക തന്നെ വേണം. കരയാതെ പിടിച്ചു നിന്നിട്ട് കാര്യമില്ല, അങ്ങോട്ട് മാറി നിന്നങ്ങോട്ട് കരയുക തന്നെ വേണം. യാത്ര ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ യാത്ര പോകണം. ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ സിനിമ കാണണം, നല്ല ഭക്ഷണം കഴിക്കണം. ഇതൊന്നും സാധിപ്പിക്കാതെ കെട്ടിപ്പൂട്ടിയിരിക്കരുത്. ഇതൊന്നും സാധിക്കാതെ ഇരിക്കുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു ദ്രോഹമാണ്. കാരണം നമ്മൾക്ക് കിട്ടിയ ഈ ജീവിതം, ഈ ഒരു ജന്മം, അത് നമ്മൾ ദുഃഖിച്ചിരിക്കാതെ കഴിവതും സന്തോഷത്തോടെ ജീവിക്കുക. ഇറങ്ങി സഞ്ചരിക്കുക. നേർവഴിക്ക് സഞ്ചരിച്ചാൽ നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ആരും നമ്മൾക്കെതിരെ വരത്തില്ല. അതുകൊണ്ട് സന്തോഷത്തോടെ അങ്ങോട്ട് ഇറങ്ങി ജീവിക്കുക. നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നടത്തുക. മനസ്സിനെ കെട്ടിപ്പൂട്ടി ഭയത്തോടു കൂടി അങ്ങോട്ട് പോയാൽ അവരെന്ത് വിചാരിക്കും, ഇങ്ങോട്ട് പോയാൽ നാട്ടുകാരെന്ത് പറയും, അവനെന്ത് പറയും, ഇവനെന്ത് പറയും എന്ന് പറഞ്ഞ് വെറുതെ കെട്ടിപ്പൂട്ടി ഇരിക്കാതെ നമ്മളെന്തിനാ മറ്റുള്ളവരുടെ കാര്യം ചിന്തിക്കുന്നത്? നമുക്ക് നമ്മുടെ ജീവിതം ആസ്വദിക്കുക, സന്തോഷിക്കുക, നന്മ ചെയ്യുക. അത് വലിയൊരു കാര്യമാണ്. അങ്ങനെ ജീവിതം നമ്മൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക. മറ്റുള്ളവരുടെ അഭിപ്രായമൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ ആൾക്കാരും നമ്മളെ നെഗറ്റീവാക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് നമ്മളെ മനസ്സ് മടുപ്പിച്ച് പുറകോട്ട് പിന്തിരിപ്പിക്കാനാണ് കൂടുതൽ ആൾക്കാരും ശ്രമിക്കുന്നത്. പക്ഷേ അവരെക്കൊണ്ടത് സാധിക്കത്തതുമില്ല, എന്നാൽ മറ്റുള്ളവരത് ചെയ്യാനോട്ട് സമ്മതിപ്പിക്കത്തുമില്ല എന്നൊരവസ്ഥ. അവരെന്തെങ്കിലും നെഗറ്റീവുകളൊക്കെ പറയും, അത് ശരിയാവില്ല, അങ്ങനെ പോയാൽ ശരിയാവില്ല, അത് പോണോ വേണോ വേണ്ട എന്നൊക്കെ പറയും. അന്നേരം നമ്മുടെ മനസ്സും അവരിലേക്കങ്ങ് ചായും. നമ്മൾ വേണ്ട, ക്യാൻസൽ ചെയ്യും.
നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്യും. പോകണ്ട, പോയാൽ അങ്ങനെ സംഭവിക്കും, അവൻ അങ്ങനെ പറഞ്ഞായിരുന്നല്ലോ എന്നിട്ടും ഞാനത് കേട്ടില്ല എന്നൊക്കെയുള്ള രീതിയിലാവും. അതുകൊണ്ട് നമ്മൾ കൂടുതൽ അഭിപ്രായം തേടി പോകണ്ട. നമ്മുടെ മനസ്സിന് യുക്തിപരമായിട്ട് തോന്നുന്ന എന്ത് നല്ല കാര്യങ്ങളും നമ്മൾ നാളത്തേക്ക് മാറ്റിവെക്കാതെ ഈ നിമിഷം തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഈ നിമിഷമേ നമ്മൾക്ക് മുന്നിലുള്ളൂ. ആ നിമിഷം കഴിവതും നല്ല കാര്യങ്ങൾ ചെയ്ത് സന്തോഷിക്കുക, നല്ല പ്രവൃത്തികൾ ചെയ്യുക, അതേ ഉള്ളൂ. അതുകൊണ്ട് ഓരോ നിമിഷവും നമുക്ക് സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. എന്നാൽ പിന്നെ ജീവിതം ഹാപ്പിയാവും. നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ ഈശ്വരനും നമുക്ക് അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരും. നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ മാത്രമേ നമുക്ക് മുന്നിൽ വിജയം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് സധൈര്യം മുന്നോട്ട് പോവുക. ഓരോ നിമിഷവും സന്തോഷിക്കുക. ദുഃഖിച്ചിരുന്നിട്ട് ഈ ജീവിതത്തിൽ യാതൊരു അർത്ഥവും ഇല്ല. ആരും നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ കൈ പിടിച്ച് അങ്ങോട്ട് നടക്കാനായിട്ട് കൊണ്ടുപോകില്ല. നമ്മൾ ശ്രമിച്ചാലേ എന്തെങ്കിലുമൊക്കെ ആകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും നന്നായിട്ട് ചിന്തിക്കുക, നല്ലത് ചെയ്യുക.